Good morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. Evaluate integral 0 to 2 integral y by t to 1 e raised to x square dx dy by reversing the order of integration. ഇത് ഡിസംബർ 2019 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് QUESTION ചോദിച്ചതാണ്. ഈ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന പ്രോബ്ലത്തെ ഡബിൾ ഇന്റഗ്രൽ e raised to x square dy dx എന്നാണ്. dx dy എന്നുള്ളത് dy dx നമുക്ക് പ്രോബ്ലം ചെയ്യണം. അപ്പോൾ എക്സിന്റെ വൈയുടെയും പുതിയ ലിമിറ്റുകൾ കണ്ടെത്തണം. അത് കണ്ടെത്താനായിട്ട് നമ്മൾ ഇവിടെ എക്സിന്റെ ലോവർ ലിമിറ്റ് എന്താണ്? y by 2. എക്സിന്റെ അപ്പർ ലിമിറ്റ് എന്താണ്? 1. വൈയുടെ ലോവർ ലിമിറ്റ് എന്താണ്? 0. വൈയുടെ അപ്പർ ലിമിറ്റ് എന്താണ്? 2. അപ്പൊ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നിന്നും എക്സിന്റെയും വൈയുടെയും ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും നമ്മൾ എഴുതി വെക്കുന്നു. ഇനി ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ ഒരു ഗ്രാഫ് വരയ്ക്കണം. അടുത്ത പ്രൊസീജിയറിൽ ഗ്രാഫ് വരയ്ക്കാവുന്നതാണ്. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. എക്സ് എക്സ് ഡാഷ്, വൈ വൈ ഡാഷ്. ഈ ഗ്രാഫില് എക്സ് ഇസിക്കൽ ടു വൈ ബൈ 2 വരയ്ക്കണം. എക്സ് ഇസിക്കൽ ടു വൈ ബൈ 2 എങ്ങനെയാണ്? നമുക്ക് ഒറിജിനിലൂടെ കടന്നു പോകുന്ന ലൈനാണ്. ഇത് ഒറിജിനിലൂടെ കടന്നു പോകുന്ന ലൈൻ. എക്സ് ഇസിക്കൽ ടു വൈ ബൈ 2. അപ്പൊ ഈ ലൈൻ വരച്ചു. എക്സ് ഇസിക്കൽ ടു 1 വരയ്ക്കണം. എക്സ് ഇസിക്കൽ ടു 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 എന്നുള്ള പോയിന്റ് ഇപ്പൊ ഇവിടെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ പാരലായിട്ട് വൈ ആക്സിന് പാരലായിട്ട് നമ്മൾ വരച്ചു. അപ്പൊ ഈ ലൈൻ വരച്ചു. y equal to 0. y equal to 0 എന്ന് പറയുന്നത് എന്താണ്? എക്സ് ആക്സിലാണ് y equal to 0 വരുന്നത്. y equal to 0 എക്സ് ആക്സിലാണ് വരുന്നത്. ഇനി y is equal to 2. y is equal to 2 എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റ് ഒന്ന് നോക്കിയേ. ഈ ഒരു പോയിന്റ് നമുക്ക് x is equal to 1 ആവുമ്പോൾ y സമാത്രയായിരിക്കും 2 into 1. 2 into 1 that is equal to. അപ്പൊ ഈ ഒരു പോയിന്റ് 1 2 എന്നായിരിക്കും. അപ്പൊ ഈ ഒരു പോയിന്റിലൂടെ നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. ഈ ലൈനിന്റെ പേര് എന്താണ്? y is equal to 2. ഇനി ഇതിനെല്ലാത്തിനും കൂടി കോമൺ ആയിട്ടുള്ള റീജിയൻ നമ്മൾ കണ്ടെത്തണം. ഇതിനെല്ലാത്തിനും കൂടിയുള്ള കോമൺ റീജിയൻ ഏതാണ്? എക്സ് ഇസ് ഈക്വൽ ടു വൈ ബൈ 2, എക്സ് ഇസ് ഈക്വൽ ടു 1, വൈ ഈക്വൽ ടു 0, വൈ ഇസ് ഈക്വൽ ടു 2. ഇതിനെല്ലാത്തിനും കൂടി കോമൺ ആയിട്ട് വരുന്ന റീജിയൻ ആണ്. ഇതാണ് നമ്മുടെ റീജിയൻ. ഇതാണ് നമ്മുടെ റീജിയൻ. ആ റീജിയനിൽ നിന്നുകൊണ്ട് നമ്മൾ ഇതിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഡി വൈ ഡി എക്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ റീജിയൻ കണ്ടുപിടിച്ചു. ആ റീജിയനിൽ നോക്കിയിട്ട് നമ്മൾ ഇതിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കണം. ആദ്യം വൈയുടെ ലിമിറ്റ് കണ്ടുപിടിക്കണം. രണ്ടാമത് എക്സിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കണം. വൈയുടെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യാ? ഒരു സ്ട്രിപ്പ് വരയ്ക്കണം. സ്ട്രിപ്പ് എങ്ങനെ വരയ്ക്കണം? പാരലൽ ടു വൈ ആക്സ്. വൈ ആക്സിന്റെ പാരലായിട്ട് നമ്മൾ സ്ട്രിപ്പ് വരച്ചു. അങ്ങനെ സ്ട്രിപ്പ് വരച്ചു കഴിയുമ്പോൾ ആ സ്ട്രിപ്പ് താഴെ ടച്ച് ചെയ്യുന്നത് എവിടെയാണ്? താഴെ ടച്ച് ചെയ്യുന്നത് എക്സ് ആക്സിലാണ്. അപ്പൊ വൈയുടെ ലോവർ ലിമിറ്റ് എന്താണ്? 0. അപ്പൊ വൈയുടെ ലോവർ ലിമിറ്റ് നമുക്ക് 0 വരും. ഈ സ്ട്രിപ്പ് മുകളിൽ ടച്ച് ചെയ്യുന്ന എവിടെയാണ്? ഈ ലൈനിലാണ് ടച്ച് ചെയ്യുന്നത്. ഈ ലൈനിന്റെ പേരെന്താണ്? എക്സ് ഈസ് ഈക്വൽ ടു വൈ ബൈ 2 എന്നാണ്. അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു വൈ ബൈ 2 ആകുമ്പോൾ വൈ സമയത്ത് 2x. അപ്പൊ അപ്പർ ലിമിറ്റ് എന്ത് കിട്ടി? 2x. ഇനി നമുക്ക് ആരുടെ ലിമിറ്റ് കിട്ടണം? എക്സിന്റെ ലിമിറ്റ് കിട്ടണം. എക്സിന്റെ ലിമിറ്റ് ഈ ആക്സിലാണ്. ഈ ഇത് 0 0 വെച്ച് ഈ പോയിന്റ് എന്താണ്? 1 0. അപ്പൊ എക്സിന്റെ ലോവർ ലിമിറ്റ് എന്താണ്? 0. അപ്പർ ലിമിറ്റ് എന്താണ്? 1. അപ്പൊ ഈ എക്സിന്റെ വൈയുടെ ലിമിറ്റുകൾ കിട്ടി. അപ്പൊ വൈയുടെ ലിമിറ്റ് കിട്ടാനായിട്ട് നമ്മൾ എന്താണ് ചെയ്തത്? ഒരു ആ റീജിയനില് നമ്മൾ സ്ട്രിപ്പ് വരച്ചു. സ്ട്രിപ്പ് എങ്ങനെ വരച്ചു? പാരലൽ ടു വൈ ആക്സ്. വൈ ആക്സിന്റെ പാരലായിട്ട് സ്ട്രിപ്പ് വരച്ചു. ആ സ്ട്രിപ്പ് താഴെ ടച്ച് ചെയ്യുന്നത് എക്സ് ആക്സിലാണ്. എക്സ് ആക്സിൽ വൈ എന്താണ്? 0 ആണ്. ഇത് മുകളിൽ ടച്ച് ചെയ്യുന്ന എവിടെയാണ്? ഈ ലൈനിലാണ്. അപ്പൊ എക്സ് ഇസിക്കൽ ടു വൈ ബൈ 2 ആകുമ്പോൾ വൈ ഇസിക്കൽ എന്താണ്? 2x. അപ്പൊ വൈയുടെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കിട്ടി. ഇതേപോലെ തന്നെ എക്സിന്റെ ലോവർ ലിമിറ്റ് എന്താണ്? എക്സിന്റെ ലോവർ ലിമിറ്റ് 0 എന്ന് കിട്ടി. അപ്പർ ലിമിറ്റ് 1. ഇനി നമ്മൾ ഇത് ചെയ്യാനായിട്ട് ഇന്റഗ്രൽ 0 to 1 ഈ ഒരു പോർഷൻ ആദ്യം y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാം. y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ e raised to x square into y 0 to 2x dx. ഇവിടെ e raised to x square കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കുന്നു. e raised to x square into y. ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് 2x dx. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 0 to 1 e raised to x square into ഇവിടെ y-ക്ക് എന്ത് കൊടുക്കണം? 2x കൊടുക്കാം. ലോവർ ലിമിറ്റ് y-ക്ക് 0 കൊടുക്കുമ്പോൾ 0 തന്നെയാണ്. അപ്പൊ നമുക്ക് ലിമിറ്റ് കൊടുത്ത സാധനം കംപ്ലീറ്റ് എന്തിലോട്ട് മാറി? എക്സിലോട്ട് മാറി. ഇവിടെ അപ്പർ ലിമിറ്റ് 2x y-ക്ക് കൊടുത്തു. e raised to x square into 2x. ലോവർ ലിമിറ്റ് y-ക്ക് 0 കൊടുക്കുമ്പോൾ ആ ടൈം ഇല്ല. അപ്പൊ e raised to x square into 2x dx. ഇനി നമുക്ക് എക്സിന് മാത്രമാകുമ്പോൾ ഇതിനെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഒരു മെത്തേഡ് ഉപയോഗിക്കണം. ആ മെത്തേഡിന്റെ പേരാണ് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ.
ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ച് ഇന്റഗ്രേറ്റ് ചെയ്യണം. അതിന് എന്ത് ചെയ്യണം? ഇവിടെ എക്സ് സ്ക്വയർ എന്നുള്ളത് യു എന്ന് എടുക്കണം. വി ടേക്ക് എക്സ് സ്ക്വയർ ആസ് യു. എക്സ് സ്ക്വയർ യു എടുക്കുമ്പോൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് കിട്ടും? 2x dx equal to du. ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന വേരിയബിളിൽ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. തന്നിരിക്കുന്ന വേരിയബിളിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ആ വേരിയബിളിനെ മറ്റൊരു വേരിയബിളിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. ആ വേരിയബിൾ എന്താണ്? എക്സ് സ്ക്വയർ നമ്മൾ യു എന്ന് എടുക്കുന്നു. എക്സ് സ്ക്വയർ യു എന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2x dx ഈക്വൽ ടു du എന്ന് വരും. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലം ഇന്റഗ്രൽ ഇവിടെ ഇന്റഗ്രൽ e raised to x square നമ്മൾ e raised to u 2x dx എന്നുള്ള du എന്ന് വരും. അപ്പൊ x സ്ക്വയറിന് ഒരു u കൊടുത്തു, 2x dx എന്ന് വരും du എന്ന് കൊടുത്തു. ഇനി ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടണേ? e raised to u എന്നുണ്ട്. e raised to u ന്റെ ഇന്റഗ്രല് e raised to u തന്നെ. അപ്പം e raised to u എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ e raised to u വീണ്ടും x സ്ക്വയറിലേക്ക് മാറ്റാം. അപ്പൊ e raised to x സ്ക്വയർ, x സ്ക്വയറിന്റെ ലിമിറ്റ് എത്രയാണ്? 0 to 1. അപ്പൊ ആദ്യം തന്നെ നമ്മള് തന്നിരിക്കുന്ന ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ചു. ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്? എക്സ് സ്ക്വയർ ഈക്വൽ ടു യു കൊടുത്തു. അതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2x dx ഈക്വൽ ടു du എന്ന് വന്നു. അപ്പൊ നമ്മൾ തന്നിരിക്കുന്ന പ്രോബ്ലം e raised to x square 2x dx എന്തായിട്ട് മാറി? e raised to u into du എന്നോ e raised to u into du. e raised to u നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? e raised to u എന്ന് കിട്ടും. e raised to u. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? e raised to x സ്ക്വയർ. ഈ യുവിന് വീണ്ടും നമ്മൾ x സ്ക്വയർ കൊടുത്ത് e raised to x സ്ക്വയർ. ഇനി നമുക്ക് ലോവർ ലിമിറ്റ് 0 കൊടുക്കാം, അപ്പർ ലിമിറ്റ് 1 കൊടുക്കാം. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ അപ്പർ ലിമിറ്റ് കൊടുത്ത് നമുക്ക് e വരും, ലോവർ ലിമിറ്റ് കൊടുത്ത് കഴിയുമ്പോൾ e raised to 0 എന്ന് വരും. അപ്പൊ നമുക്ക് അത് e raised to 1 e raised to 0 ദാറ്റ് ഈസ് e minus 1 എന്ന് നമുക്ക് ആൻസർ. അങ്ങനെ ഈ പ്രോബ്ലം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഫൈനൽ ആൻസർ എന്താണ്? e minus 1 എന്നാണ് ഈ പ്രോബ്ലത്തിന്റെ ആൻസർ. ഇത് ഡിസംബർ 2019 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചത്. അപ്പൊ ഈ പ്രോബ്ലം നമ്മൾ ചെയ്ത മെത്തേഡ് ഒക്കെ എന്തൊക്കെയാണ്? തന്നിരിക്കുന്ന പ്രോബ്ലം dx dy യിലാണ് ചോദിച്ചത്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബൈ റിവേഴ്സിംഗ് ദി ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ എന്നാ പറയുന്നത്. റിവേഴ്സിംഗ് ദി ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ dx dy എന്നുള്ളത് എങ്ങനെ മാറ്റണം? dy dx എന്നാക്കണം. dx dy എന്നുള്ളത് dx dy എന്നുള്ളത് dy dx ആക്കി മാറ്റണം. അപ്പൊ dy dx ആക്കി മാറ്റുമ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നിന്നും എക്സിന്റെയും വൈയുടെയും ഒക്കെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കണ്ടുപിടിച്ചു. അതെല്ലാം ചേർത്ത് വെച്ച് നമ്മളൊരു പടം വരച്ചു. പടം വരച്ചതിന് ശേഷം നമ്മൾ റീജിയൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ്. നമ്മൾ റീജിയൻ കണ്ടുപിടിച്ചു. റീജിയൻ കണ്ടുപിടിച്ചതിന് ശേഷം dy dx-ലാണ് നമുക്ക് ചെയ്യേണ്ടത്. dy dx-ൽ ചെയ്യുമ്പോൾ ഈ റീജിയനിൽ ഒരു സ്ട്രിപ്പ് വരയ്ക്കുക, പാരലൽ ടു y ആക്സിസ്. y ആക്സിസിന് പാരലൽ ആയിട്ട് സ്ട്രിപ്പ് വരയ്ക്കുക. ആ സ്ട്രിപ്പ് താഴെ ടച്ച് ചെയ്യുന്ന എവിടെയാണ്? x ആക്സിലാണ്. x ആക്സിൽ y എന്താണ്? 0. മുകളിൽ ടച്ച് ചെയ്യുന്ന എവിടെയാണ്? ഈ ലൈനിലാണ്. അപ്പൊ നമുക്ക് എന്താ കിട്ടണേ? 2x. അപ്പൊ ലോവർ ലിമിറ്റ് നമുക്ക് 0 കിട്ടി, അപ്പർ ലിമിറ്റ് 2x. ഇതുപോലെ എക്സിന്റെ ലോവർ ലിമിറ്റ് എന്താണ്? ആക്സിന്റെ 0 to 1. അതിനുശേഷം നമ്മൾ തന്നെ 1 by 1 ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തു. ഇന്റഗ്രേറ്റ് ചെയ്ത ശേഷം നമ്മൾ e raised to x square 2x എന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റ് ഇന്റഗ്രേഷൻ സാധിക്കില്ല. അപ്പൊ അതിനൊരു പുതിയ മെത്തേഡ് ഉപയോഗിച്ചു. ആ മെത്തേഡിന്റെ പേരാണ് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. അവിടെ നമ്മൾ x സ്ക്വയറിന് u എന്ന് കൊടുത്തു. അപ്പൊ ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് x സ്ക്വയറിന് u ആണെങ്കിൽ 2x dx ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ du എന്ന് കിട്ടും. അപ്പൊ ഇവിടെ 2x dx എന്ന് കൊടുത്തു കഴിയുമ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ e raised to u ലോട്ട് മാറി. e raised to u യുടെ ഇന്റഗ്രേഷൻ എന്താണ്? e raised to u തന്നെയാണ്. അതിനുശേഷം നമ്മൾ യുവിന് വീണ്ടും നമ്മൾ പഴയ x സ്ക്വയർ കൊടുത്തു. അതിനുശേഷം ലിമിറ്റ് അപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടിയ ആൻസർ? e minus 1. അപ്പൊ നോട്ട് ചെയ്തോളൂ, ഡിസംബർ 2019 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് യൂണിവേഴ്സിറ്റി ചോദിച്ചതാണ്.